ഇപ്പോൾ കേരളത്തിൽ നടന്നത് വെറും ഇ.ഡി. റെയ്ഡ് മാത്രമാണ്. അതോ ഒരു സർക്കാർ വീണു, മറ്റൊരു സർക്കാർ അധികാരത്തിൽ വന്നു. ആ സത്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റാൻ പോകുന്ന ഭയപ്പെടുത്തുന്ന മറ്റൊരു പവർ ഗെയിമിന്റെ തുടക്കമാണോ ഇപ്പോൾ നടന്നത്? കാരണം പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. എത്തി. പക്ഷേ അതിനേക്കാൾ ആളുകളെ ഞെട്ടിച്ചത് അതിനുശേഷം പുറത്തു വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളാണ്. ഇത് ശരിക്കും CPM-നെ തകർക്കാനുള്ള BJP-യുടെ നീക്കമായിരുന്നോ? അതോ തകർന്നു കിടന്ന CPM-നെ വീണ്ടും ജീവൻ നൽകി ഉയർത്താനുള്ള രാഷ്ട്രീയ അണിയറ കളിയായിരുന്നു? അല്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും നടന്നതുപോലെ കേരളത്തിലും BJP നിശബ്ദമായി ഒരു വലിയ രാഷ്ട്രീയ നീക്കം ആരംഭിച്ചു എന്നതിന്റെ ശക്തമായ തെളിവായിരുന്നോ ഈ റെയ്ഡും മറ്റും? കാരണം നമ്മൾ പുറത്തു കാണുന്നത് റെയ്ഡ് മാത്രമാണ്. പക്ഷേ പിന്നിൽ നടക്കുന്നത് കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന യുദ്ധമാണെന്ന് ഇപ്പോൾ പലരും സംശയിക്കുന്നുണ്ട്. ആ സംശയങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. എത്തിയത് വെറും ഒരു റെയ്ഡിനു വേണ്ടി മാത്രമായിരുന്നില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ നടക്കുന്നു എന്ന മുന്നറിയിപ്പായി പലരും അതിനെ കാണാൻ തുടങ്ങി. കാരണം സാധാരണ ജനങ്ങൾ പ്രതീക്ഷിച്ചത് മറ്റൊന്നായിരുന്നു. കേരളം മുഴുവൻ BJP-ക്കെതിരെ പൊട്ടിത്തെറിക്കുമെന്നും കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ദുരുപയോഗം എന്ന ആരോപണം കേരളത്തിൽ മുഴുവനായി ഉയരും എന്നും അതുപോലെ ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ പ്രതിരോധങ്ങൾ കത്തിപ്പടരുമെന്നും ആയിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ സംഭവിച്ചത് അത്ര ലളിതവുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഒരു പുതിയ സംശയം തീ പിടിച്ച് ഉയരുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നടന്ന ഇ.ഡി. റെയ്ഡ് കേരളത്തിലെ ജനങ്ങൾ വളരെ സംശയത്തോടാണ് നോക്കിക്കാണുന്നത്. അതായത് ഇത് ശരിക്കും CPM-നെ തകർക്കാനുള്ള BJP-യുടെ നീക്കമായിരുന്നോ? അതോ CPM-നെ വീണ്ടും ജീവനോടെ എഴുന്നേൽപ്പിക്കാനുള്ള വലിയ രാഷ്ട്രീയക്കാരുടെ ഭാഗമായിരുന്നോ എന്നാണ് അവർ സംശയിക്കുന്നത്. കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊന്ന് നോക്കൂ. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇ.ഡി. അറസ്റ്റ് ചെയ്തപ്പോൾ ആം ആദ്മി പാർട്ടി നേരിട്ട് നരേന്ദ്രമോദിയെ യുദ്ധത്തിന് വിളിച്ചു. തമിഴ്നാട്ടിൽ DMK നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നീങ്ങിയപ്പോൾ സ്റ്റാലിൻ ഒരു നിമിഷം പോലും മിണ്ടാതിരുന്നില്ല. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ ബംഗാളിൽ മമതാ ബാനർജി എന്താണ് ചെയ്തത്? ഇത് പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ് എന്ന് തീപാറി ഉറക്കെ സംസാരിച്ചു. എന്നാൽ ഇതിനെല്ലാം വിപരീതമായുള്ള രാഷ്ട്രീയമാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ എല്ലാ വശങ്ങളും തെളിവുകളോടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ശക്തമായ ചില രാഷ്ട്രീയ സത്യങ്ങളുണ്ട്. അതായത് പിണറായി വിജയന്റെ വീട് ഇ.ഡി. റെയ്ഡ് ചെയ്തതിനു ശേഷം കേരളത്തിൽ ജനങ്ങൾ കണ്ടത് അത്ര സാധാരണമായ ഒരു രാഷ്ട്രീയ ചിത്രമായിരുന്നില്ല. ഇവിടെ BJP-ക്കെതിരായ ദേശീയ രാഷ്ട്രീയ പോരാട്ടത്തെക്കാൾ കൂടുതൽ ചർച്ചയായത് CPM-ന്റെ പ്രതിസന്ധിയും CPM കോൺഗ്രസ് രാഷ്ട്രീയവുമായിരുന്നു. ഈ വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേരളത്തിലെ ചർച്ചകളിലേക്ക് വളരെ ഉയർന്ന രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ പോലും ചോദിക്കാൻ തുടങ്ങിയത്, കേരളത്തിലെ യഥാർത്ഥ പ്രധാന പോര് BJP-ക്കെതിരെയാണോ അതോ CPM കോൺഗ്രസ് തമ്മിലാണോ? അതായത് BJP-ക്കെതിരെ രാജ്യമൊട്ടാകെ പ്രതിപക്ഷ പാർട്ടികൾ നേരിട്ട് കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് രാഷ്ട്രീയം വീണ്ടും CPM കോൺഗ്രസ് എന്ന വൈകാരിക യുദ്ധത്തിലേക്ക് നീങ്ങുന്നത്? അതായത് കേന്ദ്ര ഏജൻസിയായ ഇ.ഡി. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ CPM BJP-ക്കെതിരെ ഒന്നും പറയാതെ അല്ലെങ്കിൽ മോഡിക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാതെ കോൺഗ്രസിനെ എതിർക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ മുന്നറിയിപ്പായി നിരീക്ഷകർ അതിനെ കാണുന്നത്. കാരണം ദേശീയ തലത്തിൽ BJP-ക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി ആരാണ്? അത് കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യയിൽ BJP-യുടെ ദേശീയ തലത്തിൽ നേരിട്ട് വെല്ലുവിളിക്കാൻ കഴിയുന്ന ഏക പാർട്ടിയും കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ചില രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വളരെ ഗൗരവത്തോടെ പറയുന്നത് കേരളത്തിൽ BJP-ക്ക് CPM പൂർണ്ണമായി ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. യഥാർത്ഥമായ ഒരു കോൺഗ്രസ്കാരനും ഇതേ ചിന്താഗതി തന്നെയാണ്.
CPM ഒരിക്കലും കേരളത്തിൽ പൂർണ്ണമായി ഇല്ലാതാകരുത്. എന്തുമാത്രം CPM ശക്തി കേരളത്തിൽ ക്ഷയിക്കുന്നോ അത്രയും BJP ശക്തി കേരളത്തിൽ ഉയരാൻ സാധ്യതയുണ്ട്. എന്നാൽ BJP ശ്രമിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. CPMനെയും കോൺഗ്രസിനെയും ശക്തമായി അടുപ്പിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന രാഷ്ട്രീയ ഗുണം എത്തിച്ചേരുന്നത് തീർച്ചയായും BJPയിലേക്കായിരിക്കും എന്ന് അമിത്ഷായ്ക്കും മോദിക്കും നന്നായി അറിയാം. അതിനാലാണ് ഇപ്പോൾ CPMനെ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും ഉയർത്തെണീപ്പിക്കാൻ ഒരു ED റെയ്ഡ് എന്ന രാഷ്ട്രീയ നാടകം അരങ്ങേറിയത് എന്നാണ് ഗൗരവകരമായ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തുടർന്നു പോകുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് എന്താണ് CPMന്റെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ? തെരഞ്ഞെടുപ്പിന്റെ അതിശക്തമായ തിരിച്ചടി, സഹാക്കളുടെ വലിയ നിരാശ, യുവജനങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു, അവരുടെ വലിയ ഇമേജ് ശരിക്കും തകർന്നടിഞ്ഞുപോയി. സോഷ്യൽ മീഡിയയിൽ പോലും ശക്തമായ വിമർശനങ്ങൾ. എന്തിനു വേണ്ടി? പാർട്ടിയിലെ ബൂത്ത് തലങ്ങൾ വരെ പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ. അങ്ങനെ ഒരുപാട് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് EDയുടെ ഈ റെയ്ഡ് നാടകം അരങ്ങേറുന്നത്. ഇനിയാണ് നമ്മൾ പറഞ്ഞ പ്രധാന പോയിന്റിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ, എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. നാഷണൽ ചാനലുകളിലെല്ലാം ഭയങ്കരമായ ബ്രേക്കിംഗ് ന്യൂസ്. ED പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. മണിക്കൂറുകളായി റെയ്ഡ് തുടരുന്നു. കേരളത്തിലെ ചാനലുകളിലെല്ലാം ഇതേ അവസ്ഥ. ബ്രേക്കിംഗ് ന്യൂസ്, പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ്. സഹാക്കന്മാർ നിരത്തിലിറങ്ങുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ധർണകൾ നടത്തുന്നു. കേരളം മുഴുവൻ ഒരു വലിയ സംഘർഷപരമായ അവസ്ഥ. എന്നാൽ റെയ്ഡ് കഴിയുമ്പോഴോ, അതായത് ഇത്ര വലിയ റെയ്ഡ് കഴിഞ്ഞ് അവസാനം ഗുരുതരമായ ഒന്നും കണ്ടെത്താനായില്ല എന്നൊരു നറേറ്റീവ് പുറത്തു വന്നാലോ? എന്താണ് സംഭവിക്കുന്നത്? അതെ, CPM വളരെ ശക്തമായി പുറത്തു വന്നു. അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കാണുന്നില്ലേ, കേന്ദ്രം ഞങ്ങളെ രാഷ്ട്രീയപരമായി വേട്ടയാടുകയാണ്, ഞങ്ങളുടെ കയ്യിൽ നിന്നും അവർക്ക് ഗുരുതരമായി ഒന്നും ലഭിച്ചില്ല. ഇത് എന്ത് നറേറ്റീവാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കേരളത്തിൽ മുഴുവൻ പിണറായിക്ക് അനുകൂലമായ ഒരു വലിയ സിമ്പതി തരംഗം, ഭയങ്കര വൈകാരികമായ ഒരു മൊബിലൈസേഷൻ. ഞങ്ങളെ BJP ടാർഗറ്റ് ചെയ്യുന്നു എന്ന ഭയങ്കരമായ മുദ്രാവാക്യങ്ങൾ. അതാണ് ഇപ്പോൾ പലരും സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഇതിൽ നിന്നും വ്യക്തമായി പുറത്തു വരുന്ന രാഷ്ട്രീയ ചിത്രം ഒന്നും മാത്രമാണ് സുഹൃത്തുക്കളെ. കേരളത്തിൽ BJPക്ക് CPM ഇപ്പോൾ മരിക്കേണ്ടതായിട്ടില്ല. CPM ജീവിച്ചു തന്നെ ഇരിക്കണം. കാരണം CPM ജീവിച്ചാൽ ആന്റി കോൺഗ്രസ് രാഷ്ട്രീയം ഈ കേരളത്തിൽ പിന്നെയും ജീവിക്കും. CPM കോൺഗ്രസ് വൈകാരികമായി യുദ്ധം തുടർന്നാൽ BJPക്ക് നിശബ്ദമായി കേരളത്തിൽ വളരാൻ സാധിക്കും എന്നൊരു വലിയ സത്യം അവർക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ അവസരത്തിൽ CPM ഒരിക്കലും പൂർണ്ണമായി തകരുവാൻ BJP അനുവദിക്കാത്തത്. അതുകൊണ്ട് മാത്രമാണ് തകർന്നടിഞ്ഞ CPMനെ മറ്റൊരു ഊർജം നൽകി ഇപ്പോൾ രാഷ്ട്രീയ ഡ്രാമയിലൂടെ അവർ ഉണർത്തെണീപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് BJPയുടെ CPMനായിട്ടുള്ള പ്ലാൻ A മാത്രമാണ്. ഇനി BJPക്ക് CPMനെതിരെ ഒരു പ്ലാൻ B ഉണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, അതാണ് BJP ത്രിപുരയിലും ബംഗാളിലും പയറ്റി വിജയിച്ച ഒരു വലിയ തന്ത്രം. ഇപ്പോൾ കേരളത്തിലും അതേ ലോങ് ടേം രാഷ്ട്രീയം നിശബ്ദമായി അവർ നടത്തുകയാണ്. അതായത് ആദ്യം CPM കോൺഗ്രസ് പോര് കൂടുതൽ അവർ ശക്തമാക്കും. പിന്നീട് CPM വോട്ട് ബാങ്കിൽ അവർ കടന്നു കയറും, പ്രത്യേകിച്ച് യുവാക്കളിലും ഹിന്ദു വോട്ട് ബേസിലും. അവസാനം കേരളത്തിലെ രണ്ടാം ശക്തിയായി BJP മെല്ലെ ഉയർന്നു വരും. ഇത് അവരുടെ പ്ലാൻ B ആണ്. ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് BJPക്ക് ഇനി കേരളത്തിൽ സിംബോളിക് പ്രഷർ മാത്രം മതി എന്ന അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. അവർക്കിനി ശക്തമായ അസംബ്ലി ബേസ് ആണ് ആവശ്യം. അതായത് കുറഞ്ഞത് 25 മുതൽ 30 സീറ്റ് വരെ എത്തുന്ന ഒരു ലോങ് ടേം ഗ്രൗണ്ട് വർക്ക് അവരിപ്പോൾ നിശബ്ദമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത് വ്യക്തമാണ്. അതിന് അവർക്ക് എന്താണ് കൂടുതൽ വേണ്ടത്? CPMന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വോട്ട് ബാങ്കിൽ അവർ കടന്നു കയറുക തന്നെ വേണം. അതേസമയം കോൺഗ്രസിന്റെ മുഴുവൻ പ്രതിപക്ഷ സ്പേസും
അവർ കൈവശപ്പെടുത്താനും പാടില്ല എന്നൊരു വലിയ തന്ത്രമാണ് BJP ഇപ്പോൾ കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിൽ BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയം CPMനെ തോൽപ്പിക്കുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ. മറിച്ച് CPM കോൺഗ്രസ് യുദ്ധം ഒരിക്കലും അവസാനിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കേരളത്തിൽ BJPക്കെതിരെ വലിയ ഐഡിയോളജിക്കൽ ഫൈറ്റ് നടക്കേണ്ട സമയങ്ങളിൽ ഹെഡ്ലൈൻ ആകുന്നത് പലപ്പോഴും CPM കോൺഗ്രസ് പരസ്പര ആക്രമണങ്ങളാണ്. അതിന് ഉദാഹരണമായി 1-2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ പെട്രോളിന്റെ വില അതിശക്തമായി സരം കണക്കെ മുകളിലേക്ക് ഉയരുകയാണ്. ഇന്ത്യയിലെ നാണയപ്പെരുപ്പം, അതുപോലെ വിലക്കയറ്റം, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ നിരക്ക് അത് ശക്തമായി ഉയർന്നിരിക്കുന്നു. അതുപോലെ വീട്ടമ്മമാർക്ക് ഏറ്റവും ദുഃഖത്തിലാക്കുന്ന അവരുടെ ഇന്ധനവില വർധനവ്, ഇന്ധനം ലഭ്യമല്ലാത്ത അവസ്ഥ, ഇതിനൊക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യേണ്ട അവസരമാകുമ്പോൾ അവിടെ BJPയുടെ ശക്തമായ കരങ്ങൾ പ്രവർത്തിച്ച് CPM കോൺഗ്രസ് തമ്മിലുള്ള വലിയ വിദ്വേഷം ജനിപ്പിച്ച് CPM കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് CPMനെതിരെയും മത്സരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന, സമരം ചെയ്യുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുക എന്ന തന്ത്രം BJPയുടെ ഗൂഢതന്ത്രത്തിൽ ഏറ്റവും വലുതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതായത് കേരളത്തിലെ യുവജനങ്ങളും ജനങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, കേരളത്തിന്റെ പ്രധാന ശത്രു ആശയപരമായി അത് BJP തന്നെയാണ്. BJPയുടെ കടന്നുകയറ്റം കേരളത്തിൽ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ കേരളത്തിന്റെ മതേതരത്വം നിലനിൽക്കൂ. കേരളത്തിലെ ജനങ്ങളും യുവജനങ്ങളും മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം CPMോ കോൺഗ്രസോ അല്ല. CPM കോൺഗ്രസ് തെരുവ് യുദ്ധമല്ല. CPM കോൺഗ്രസ് തമ്മിലുള്ള സമരങ്ങളല്ല. ഒറ്റക്കെട്ടായി CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, മറ്റ് കേരളത്തിലെ ഇതര കക്ഷികളാകട്ടെ, എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കേന്ദ്രത്തിനെതിരെ, ഈ വിലക്കയറ്റിനെതിരെ പോരാടുകയും അതുപോലെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവജനങ്ങൾക്ക് അവർക്ക് ലഭിക്കേണ്ട തൊഴിലവസരങ്ങൾ ഒരു തടസ്സവുമില്ലാതെ അവർക്ക് ലഭിക്കണമെന്നും, അതുപോലെ കേരളത്തിലെ പാവം അലമുറയിടുന്ന വീട്ടമ്മമാർക്ക് അവർക്ക് ലഭിക്കേണ്ട പാചകവാതകം അതും വില കുറച്ചു തന്നെ ലഭ്യമാകണമെന്നും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തോട് ചോദിക്കേണ്ട സമയമാണിത്. അതൊരിക്കലും ഒരു കോൺഗ്രസ് CPM പോരായി, അല്ലെങ്കിൽ അത് BJPയെ സംരക്ഷിക്കുന്ന, BJPയെ വളരാൻ അനുവദിക്കുന്ന ഒരു പോരായി, തെരുവ് യുദ്ധമായി കേരളത്തിലെ യുവജനങ്ങൾ മാറ്റരുത് എന്നൊരു വലിയൊരു അഭ്യർത്ഥനയാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്. കാരണം കേരളം സാക്ഷരത കൊണ്ട് ഇന്ത്യയിൽ ഒന്നാമതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ നോക്കി നമ്മളത് മനസ്സിലാക്കണം. കേരളം ഒരു മതേതരത്വ രാജ്യമാണ്. യഥാർത്ഥ കേരളത്തിന്റെ സ്റ്റോറി നമ്മൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണിച്ചു കൊടുക്കണം. ഇവിടെ രാഷ്ട്രീയ വൈര്യമല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ആവശ്യമായിരിക്കണം നമ്മൾ സമരം ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട നീതി നമ്മൾ കേന്ദ്രത്തോട് ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എന്താണ് കേരളത്തിൽ ഇപ്പോൾ നടന്ന റെയ്ഡിന്റെ യഥാർത്ഥ രഹസ്യം? അത് മറ്റൊന്നുമല്ല സുഹൃത്തുക്കളെ, കേരളത്തിൽ BJPക്ക് കൂടുതൽ ശക്തമായി ആഴത്തിൽ വളരാൻ CPMനെ മറയാക്കുന്ന ഒരു വലിയ ദുരന്തമാണ് നമ്മൾ കണ്ടത്. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, യഥാർത്ഥ സഹാക്കൾ മനസ്സിലാക്കണം, യഥാർത്ഥ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാം, അതിന് നമുക്ക് സമരം ചെയ്യാം. അത് കേരളത്തിന് നന്മയ്ക്ക് വേണ്ടിയാകണം, ഒരു പാർട്ടിയുടെയും നന്മയ്ക്ക് വേണ്ടി ആവരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുത്തേ മതിയാവും. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റായി ഞങ്ങൾ ദയവായി എഴുതി അറിയിക്കണമേ എന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കും, ഞങ്ങളത് പഠിക്കും, ഞങ്ങളത് ചർച്ച ചെയ്യും. തീർച്ചയായും നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഉറപ്പായി ഇവിടെ അറിയിക്കട്ടെ. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിരുദ്ധമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.